ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ സ്വന്തം നൈബറും എൻ്റെ ഫ്രണ്ടുമായ ലതികേച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ലതികേച്ചിനെ കാണിച്ചു തരാം. ഒരു കൊച്ചു യൂട്യൂബറാണ്. അമിതാഭ് ബച്ചൻ, ജയാ ബച്ചൻ, ഇത്രയും ഹൈറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ലതികേച്ചിൻ്റെ തട്ടകം കാണാം. എൻ്റെ വീട്ടിൽ ചെടിയില്ലാത്തതുകൊണ്ട് ഞാൻ ലതികേച്ചിൻ്റെ വീട്ടിലെ ചെടികൾ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നതായിരിക്കും. കമാ ഒന്നുമില്ല പറ്റിച്ചേ. മുട്ടായി പൂവായി എല്ലാം മറ്റേടിക്കായി. ഇതാ 2 കുട്ടികളുണ്ടായി. ഇത് വേറൊരു ചെമ്പരത്തി. ഇത് ഫുള്ള് ചെമ്പരത്തിന്റെ തലവറ, നിലവറ. ഇതിലില്ലേ മറ്റേ നമ്മളെ ഇതാ തോന്നുന്നല്ലേ, മറ്റേ എന്തോ ഒന്ന് ഉട്ടയിട്ടിട്ടുണ്ട്. അവിടെ ഫുള്ള് പൂക്കളാണ് ഗൈസ്, പൂക്കൾ. ഇനി ഇതിനെ പറ്റിയിട്ട് നമുക്ക് ആധികാരികമായിട്ട് ലതികേച്ചി തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നു. ഞാൻ ഇത് ഇവിടെ കണ്ടിട്ടുള്ളൂ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പറ ലതികേച്ചി. ഇത് ചങ്ങലാംപരണ്ടിയാണ്. ഇത് എന്താ ചങ്ങലാംപരണ്ട? അതെ, ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ്. മെഡിസിനൽ പ്ലാന്റ്. ഇത് കണ്ട എല്ലിന്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ? എല്ലിന്റെ ഷേപ്പില് കണ്ടോ ഗൈസ്? എല്ലിന്റെ അസുഖങ്ങളുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ചങ്ങലാംപരണ്ട. അതെ, എല്ലിന്റെ പറയുന്ന പേര്. ഇതിന് വേറെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കാണുന്നവര്. എല്ലിന്റെ ഷേപ്പില്. ഇപ്പൊ ഇത് ഇങ്ങനെ ഇതാക്കി ഒരു എന്താ പറയണ്ടേ, ഒരു നീര് വരും, ഒരു പേസ്റ്റ് പോലത്തെ ഒരു ഇതുണ്ടാവും. ഇതിനെ കൊണ്ട് ചമ്മന്തി എല്ലാം അരക്കും അത്ര. കറ്റാർവാഴന്റെ ജെല്ല്. ജെല്ല് ടൈപ്പ്. അതെ, ജെല്ല് ടൈപ്പ്. അപ്പൊ ഇതിനെ കൊണ്ട് ഇതെടുത്തിട്ട് പുളി കൂട്ടിയിട്ട് ചമ്മന്തി അരക്കും അത്ര. അത് അത്ര മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പൊ അങ്ങനെ പറയണ കേട്ടു. എന്താ ഇത് ഇങ്ങനെ, അതെ, തോല് കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ എടുക്കുമ്പോൾ. അതെ അതെ അതെ, അത് തന്നെ കറ്റാർവാഴ. അതെ, അതുപോലത്തെ സാധനം. ഇത് എല്ല് ചതഞ്ഞാലെല്ലാം ഇതിന്റെ നീര് പുരട്ടുന്നത് വേദന കുറയാനും എല്ലുകൾ നേരെയാവാനും നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഓർത്തോന്റെ ഡോക്ടർ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ല രസമില്ലേ, 2 കളേഴ്സ്. അപ്പൊ നല്ല ഭംഗിയുണ്ടോ ഇത്. പിന്നെ ഇനി പരാഗണം നടന്നിട്ട് വേണ്ടിട്ട് വേറെ കളേഴ്സും വേണ്ടിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് അതിന് മേലുണ്ട്. പക്ഷെ ഇതല്ലേ വേറെ ഇതങ്ങനെ പഴുത്തിട്ടില്ല. ഇത് പഴുത്താതെ തോന്നിട്ടുണ്ടാവില്ല അല്ലേ? നോക്കട്ടെ. ഇതിന്റെ മരുന്നേറി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ ടേസ്റ്റ് എന്താ പറയാ? എനിക്ക് ചോദ്യം. ഇത് എന്താ കഴിക്കാം? ഈ പുറത്ത് പറ്റിയാ എനിക്ക് ഇഷ്ടമില്ല. കിളികൾക്ക് നല്ലതാ ഇത്. പക്ഷെ ഇത് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.